സമയസാക്ഷിയായി നൂറ്റാണ്ടുകളുടെ സ്മരണയും ചരിത്രവും സൗന്ദര്യവും നിറഞ്ഞ ഒരു ശില്പ ഇതിഹാസ കാവ്യം. അതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. പ്രജ്ഞയെ പ്രചോദിപ്പിക്കുവാൻ വരേണ്യമായ സവിതാവിൻ്റെ കിരണസന്നിവേശം ധ്യാനിക്കുന്ന ഭാരതീയ മനസ്സിൽ സൂര്യൻ സർവസാക്ഷിയാണ്, സർവശക്തനാണ്. ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെ സർവചരാചരങ്ങളും സൂര്യാംശികളാണെന്ന് ശാസ്ത്രവും തെളിയിച്ചു കഴിഞ്ഞു. ആ പ്രഭാകര തേജസ്സിന് ഭാരതം സമർപ്പിക്കുന്ന ആദരവിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ലോകോത്തരമായ കൊണാർക്ക് ക്ഷേത്രം. ഗതകാലത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളുടെയും തിരുശേഷിപ്പുകളുടെയും കുടപ്പനയോലക്കൂട്ടാണ് കല്ലുകളിൽ തീർത്ത ഈ കവിതകൾ. ശില്പവൈദഗ്ധ്യത്തിൻ്റെ നാരായമൂർച്ചയിൽ അധിനിവേശ ആക്രമണങ്ങൾ പകച്ചുനിന്ന പാണപ്പാട്ടുകളാണ് സ്വാഭിമാനത്തിൻ്റെ ഇടയ്ക്ക് കൊട്ടി അവ കാലങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നത്. ആദിദൈവിക ലോകങ്ങളിലെ ദേവതകളും പടയോട്ടങ്ങളുടെ വീരഗാഥകളും രതിയുടെയും പ്രണയത്തിൻ്റെയും അപൂർവ സൗകുമാര്യവും ലജ്ജാരഹിതമായി ഇണചേരുന്ന പരസ്യ ഇടങ്ങളാണ് ഈ ക്ഷേത്ര ചുമരുകൾ. സമയമെന്ന പ്രഹേളികയെ ഇന്നും മനുഷ്യനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന വിസ്മയത്തെ വശീകരിക്കുവാൻ, ആദരവോടെ തന്നെ കീഴ്പ്പെടുത്തുവാൻ മനുഷ്യൻ നടത്തിയ ആദിമയജ്ഞങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്ന സമയഗ്രാഹ്യ പരീക്ഷണങ്ങൾ. ഒരിക്കൽ ഒഴുകിയിരുന്ന ചന്ദ്രഭാഗ നദിക്കരയിലെ മഹാവിസ്മയം. ജഗന്നാഥപുരിയിൽ നിന്നും 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂര്യക്ഷേത്രത്തിലെത്താം. ഇപ്പോഴും ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗണിത ശില്പവാക്യങ്ങളുടെ സമന്വയനമായ കൊണാർക്കിന്റെ നിർമ്മാണം AD 1250 ആണ്ടിൽ കിഴക്കൻ ഗംഗാ സാമ്രാജ്യത്തിലെ രാജ നരസിംഹദേവന്റെ കാലത്താണ് നടന്നത്. 26 ഏക്കറിലധികം പരന്നുകിടക്കുന്ന ദേവഭൂമി, ഒഡീഷ കലിംഗ ശില്പവൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണം. ശ്രീഋഷിയിലെ ചെറുസംഘം പുരിയിൽ നിന്നും ഇവിടേക്കെത്തുമ്പോൾ ഏകദേശം ഉച്ചയോടടുത്തിരുന്നു. മാറുന്ന ഭാരതത്തിന്റെ സവിശേഷമായ വൃത്തിയും വെടിപ്പും പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച, സമയം വൈകിയിരുന്നില്ലെങ്കിൽ ലോകത്തിലെ തന്നെ സപ്തമഹാത്ഭുതങ്ങളിൽ ഒന്നാകേണ്ടിയിരുന്ന വിസ്മയമാണ് കൊണാർക്ക്. ഹൈവേയിൽ നിന്നും കൊണാർക്കിലേക്കുള്ള പ്രവേശന കവാടമെത്തുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് ഇരുവശത്തും നിറയെ പൂത്തു നിൽക്കുന്ന ജമന്തികൾ നിറഞ്ഞ വിശാലമായ ഉദ്യാനങ്ങളാണ്. വൃത്തിയുള്ള പാത. കുറച്ചധികം നടക്കണം ടിക്കറ്റ് കൗണ്ടറിൽ എത്താൻ. കൗണ്ടറിൽ വലിയ തിരക്കില്ല. 40 രൂപയാണ് പ്രവേശന ഫീസ്. ഇവിടെ ഫോട്ടോഗ്രാഫിക്കോ വീഡിയോഗ്രാഫിക്കോ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇത്രയും വിശാലമായൊരു സ്ഥലം എങ്ങനെ ഇത്ര ഭംഗിയായി പരിപാലിക്കുന്നുവെന്ന അത്ഭുതം ഞങ്ങൾക്കേവർക്കുമുണ്ടായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരങ്ങൾ. അവയുടെ ഭംഗി വാക്കുകൾക്കതീതമാണ്. ആ തണലിൽ കുറച്ചുനേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ പ്രധാന സ്ഥലത്തേക്ക് നടന്നു. ഈ അർക്കക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ധാരാളം മിത്തുകളും ഐതിഹ്യങ്ങളുമുണ്ട്. ഗായാസുരനെ വധിച്ച ശേഷം വിജയശ്രീലാളിതനായ ഭഗവാൻ വിഷ്ണു തൻ്റെ കൈകളിലുണ്ടായിരുന്ന 4 വസ്തുക്കളെയും 4 സ്ഥാപിച്ചത്രേ. പുരിയിൽ ശംഖും, ഭുവനേശ്വരിൽ ചക്രവും, ജജാപൂരിൽ ഗദയും, കൊണാർക്കിൽ പത്മവും പതിച്ചത്രേ. പത്മം വീണതിനാൽ കൊണാർക്കിനെ പത്മക്ഷേത്രമെന്നും വിളിക്കാറുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ഞങ്ങൾ ആ ദൃശ്യമഹാവിസ്മയത്തിന്റെ പ്രധാന കവാടത്തിലെത്തി. ആദ്യം നാം കാണുന്നത് നടമണ്ഡപമാണ്. ഭീമാകാരമായ 2 കൽശില്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന പടികളാണ് മുന്നിൽ. നരഗജസിംഹരൂപം. ആ ശില്പത്തിൻ്റെ ഏറ്റവും അടിയിൽ മനുഷ്യൻ, അതിനു മുകളിൽ ആനയും ആനയ്ക്കു മുകളിൽ സിംഹവും നിൽക്കുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്.
വളരെ കൗതുകമുണർത്തുന്ന ശില്പം. ഈ ശില്പങ്ങൾക്കിടയിലുള്ള പടികൾ കയറി മുകളിലേക്കെത്തുന്നതാണ് നടമണ്ഡപം അഥവാ നൃത്യമണ്ഡപം. കൊണാർക്കിൻ്റെ പ്രധാന നിർമ്മിതിയായ ജഗന്മോഹന മണ്ഡപത്തിനെ അഭിമുഖീകരിച്ച് കിഴക്കാണ് നടമണ്ഡപം. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന് 3.5 മീറ്റർ ഉയരമുണ്ട്. ശില്പവിസ്മയം തീർത്ത 16 തൂണുകൾ ഈ മണ്ഡപത്തിലുണ്ട്. അതിൽ മധ്യഭാഗത്തെ ചുറ്റിയുള്ള 4 തൂണുകൾ മറ്റുള്ളവയേക്കാൾ ഉയരം കൂടിയവയാണ്. ചതുരാകൃതിയിലുള്ള നൃത്യമണ്ഡപത്തിൽ കയറുവാൻ 4 ദിക്കുകളിൽ നിന്നും പടിക്കെട്ടുകളുണ്ട്. കിഴക്ക് ദിക്കിൽ ഇരുവശത്തും നരഗജസിംഹ ശില്പങ്ങളുള്ള പടിക്കെട്ടുകളാണ് പ്രധാന പ്രവേശനപാത. അനവധി നൃത്തശില്പങ്ങൾ ഈ മണ്ഡപത്തിലുണ്ട്. ഈ മണ്ഡപം ഒരു തുറന്ന മണ്ഡപമാണ്. നടമണ്ഡപത്തിനകത്തുള്ള തൂണുകളിൽ അതിമനോഹരമായ ആയിരക്കണക്കിന് ചെറുശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ള സൂര്യശില്പം ഇപ്പോൾ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നടമണ്ഡപത്തിൽ നിന്നാൽ ജഗന്മോഹനം എന്ന മുഖമണ്ഡപം അതിശയിപ്പിക്കും വിധം കാണാനാകും. 128 അടി ഉയരമുള്ള നിർമ്മിതി, 4 ദിക്കുകളിൽ നിന്നും പ്രവേശന കവാടങ്ങൾ. നടമണ്ഡപത്തിൽ നിന്നും കാണുന്ന കിഴക്ക് ദിക്കിലുള്ള വാതിലാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതും ഈ വാതിലാണ്. ക്ലോറൈറ്റ് കല്ലിലാണ് ഇതിൻ്റെ നിർമ്മിതി. കൊണാർക്കിലെ പ്രസിദ്ധമായ 7 കുതിരകളെ കിഴക്ക് ദിക്കിലുള്ള പടിക്കെട്ടുകൾക്കരികിലാണ് കൊത്തിയിരിക്കുന്നത്. 4 കുതിരകൾ തെക്കൂട്ടും 3 കുതിരകൾ വടക്കൂട്ടും. ഇതിൽ ആകെ ഒരു കുതിരയെയാണ് ഒരുവിധം പൂർണ്ണമായി നമുക്ക് കാണാനാകുന്നത്. ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജഗന്മോഹന മന്ദിരത്തിലേക്ക് ഇപ്പോൾ ആർക്കും തന്നെ പ്രവേശനമില്ല. AD 1903 ബംഗാൾ ഗവർണറുടെ ഉത്തരവ് പ്രകാരം ഈ മനോഹര നിർമ്മിതി സംരക്ഷിക്കുവാനായി ഇതിൻ്റെ അകവശം മൊത്തം മണൽ കൊണ്ട് നിറച്ചുവത്രേ. അതിൻ്റെ എല്ലാ വാതിലുകളും ആ സമയത്ത് അടയ്ക്കപ്പെട്ടു. ഏകദേശം 3 വർഷം ഇതിനായി വേണ്ടിവന്നു. സൂര്യരഥമായാണ് കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7 കുതിരകൾ വലിക്കുന്ന 10 അടി വ്യാസം വീതമുള്ള 24 ചക്രങ്ങളെ താങ്ങി നിൽക്കുന്ന ഒരു രഥം. കൊണാർക്കിനെ കുറിച്ച് ടാഗോർ പറഞ്ഞത്, ഇവിടെ ശിലകളുടെ ഭാഷ മനുഷ്യഭാഷയെ നിർവീര്യമാക്കുന്നുവെന്നാണ്. ഇത്രയും കേടുപാടുകളേറ്റിട്ടും കൊണാർക്കിന് മുന്നിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിരിയുന്ന വിസ്മയം ഈ വാക്യത്തെ അന്വർത്ഥമാക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ വിസ്മയ സൃഷ്ടിയിലൂടെ കണ്ണോടിക്കുമ്പോൾ ഭാരതമെന്ന മഹത്തായ ദേശത്തിൻ്റെ സനാതനമായ അറിവിൻ്റെ തിളക്കം മുന്നിട്ട് നിൽക്കുന്നു. കൊണാർക്കിലെ ചക്രങ്ങളിൽ വീഴുന്ന നിഴൽ നോക്കി കൃത്യമായി സമയം ഗണിച്ചിരുന്ന നമ്മുടെ പൂർവികർ. കൊണാർക്കിലെ 24 ചക്രങ്ങളിലും ആ സമയനിർണയത്തിൻ്റെ കൃത്യമായ തെളിവുണ്ട്. 9 അടി 9 ഇഞ്ചാണ് ഒരു ചക്രത്തിൻ്റെ വ്യാസം. അതിനുള്ളിൽ 8 വീതം വീതിയുള്ളതും വീതി കുറഞ്ഞതുമായ ആരക്കാലുകളുണ്ട്. വീതിയുള്ള 2 ആരക്കാലുകൾക്കിടയിലെ ദൂരം 180 മിനിറ്റാണ്. 2 വീതിയുള്ള ആരക്കാലുകൾക്കിടയിലെ വീതി കുറഞ്ഞ ആരക്കാല് 1.5 മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു. വീതിയുള്ള ആരക്കാലിനും വീതി കുറഞ്ഞ ആരക്കാലിനും ഇടയിൽ 30 മുത്തുകൾ കൊത്തിയിട്ടുണ്ട്. ഓരോ മുത്തും സൂചിപ്പിക്കുന്നത് 3 മിനിറ്റുകളെയാണ്. ഇതിൽ വീഴുന്ന നിഴലനുസരിച്ചാണ് കൃത്യമായി സൂര്യോദയം മുതൽ അസ്തമനം വരെയുള്ള സമയം ഗണിച്ചിരുന്നത്. കൊണാർക്കിലെ ചക്രം
നമ്മൾ നിത്യജീവിതത്തിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്. എവിടെയെന്നല്ലേ? നമ്മുടെ 10 രൂപ നോട്ടിൻ്റെ പിൻഭാഗത്ത്. സൂര്യക്ഷേത്രത്തിൻ്റെ അടിത്തറയിലെയും മധ്യഭാഗത്തിലെയും ശില്പങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. വിവിധ രൂപങ്ങളിലുള്ള 1452 ഗജരൂപങ്ങൾ ബേസ്മെന്റിൽ കൊത്തിയിട്ടുണ്ട്. രാജഛത്രം പിടിച്ചിരിക്കുന്ന സേവകരും യുദ്ധവീരന്മാരും വേട്ടക്കാരും മറ്റു പ്രധാന ചില ശില്പങ്ങളാണ്. മധ്യനിരയിൽ ഗജശാർദൂല ശില്പങ്ങളും നരവ്യാള ശില്പങ്ങളും നാഗമൈഥുന ശില്പങ്ങളും ഭംഗിയായി കൊത്തിയിട്ടുണ്ട്. അതിനടുത്ത നിരയിൽ രതിശില്പങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. വാത്സ്യായന മഹർഷിയുടെ കാമസൂത്രത്തിൽ പോലും പ്രതിപാദിച്ചിട്ടില്ലാത്ത തരത്തിൽ വ്യത്യസ്തമായ ശില്പങ്ങൾ. ബിഷു മഹാരാണ എന്ന ശില്പിയാണ് കൊണാർക്കിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഏകദേശം 12 വർഷങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്ര നിർമ്മിതി പൂർത്തിയാകുന്നതുവരെ അതിലുൾപ്പെട്ടിരുന്ന ആർക്കും തന്നെ പുറത്തു പോകുവാനുള്ള അനുമതിയില്ലായിരുന്നു. ബിഷുറാണയുടെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോഴാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ധർമ്മപാദൻ എന്ന പേരിൽ ഒരു പുത്രൻ ജനിച്ചു. 12ാമത്തെ വയസ്സിലാണ് ധർമ്മപാദൻ തൻ്റെ അച്ഛനെക്കുറിച്ച് അറിയുന്നത്. അതീവ ബുദ്ധിമാനായ ആ ബാലൻ ഇതിനോടകം തന്നെ സകല വാസ്തുശില്പജ്ഞാനവും ഗ്രഹിച്ചിരുന്നു. അവൻ ക്ഷേത്ര നിർമ്മാണ സ്ഥലത്തേക്ക് അച്ഛനെ തിരഞ്ഞു പോയി. പ്രയാസങ്ങളേതുമില്ലാതെ അവൻ തൻ്റെ പിതാവിനെ കണ്ടുമുട്ടി. മകന്റെ സാമീപ്യത്തിൽ ഏറെ സന്തോഷിച്ചുവെങ്കിലും അദ്ദേഹത്തെ സാരമായ ഒരു പ്രശ്നം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. കൊണാർക്ക് ക്ഷേത്രത്തിന്റെ പണികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു കലശം മാത്രമേ ഇനി സ്ഥാപിക്കേണ്ടതായുള്ളൂ. ശില്പികളായ 1200 പേർ കിണഞ്ഞു ശ്രമിച്ചിട്ടും അത് വിജയകരമായിട്ടില്ല. പിറ്റേന്ന് പുലർച്ചയ്ക്കുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ സകല ശില്പികളെയും വധിക്കുമെന്നാണ് രാജാവിൻ്റെ ഉത്തരവ്. പിതാവിൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ ധർമ്മപാദൻ ഒരു ഉൾക്കാഴ്ച ലഭിച്ച ആവേശത്തിൽ ബിഷുറാണയെയും കൂട്ടി മകുടമുറപ്പിക്കാൻ ഗോപുരത്തിനു മുകളിൽ കയറി. അവൻ്റെ തെളിഞ്ഞ ബുദ്ധിയിൽ ഉണർന്ന കണക്കുകൂട്ടലുകൾ ആ കൈകളിൽ പ്രവർത്തിച്ചു. കലശസ്ഥാപനം ധർമ്മപാദനാൽ വിജയകരമായി ചെയ്യപ്പെട്ടു. അത്ഭുതവും സന്തോഷവും സഹിക്കവയ്യാതെ ബിഷുറാണ മകനെ ആശ്ലേഷിച്ചു. എന്നാൽ മറ്റുള്ള ശില്പികൾക്ക് ആ സംഭവം ഉൾക്കൊള്ളാനായില്ല. തങ്ങളുടെ ഇത്ര നാളത്തെ പ്രയത്നത്തെ മറികടന്ന് പേരും പെരുമയും ധർമ്മപാദനിൽ എത്തുമെന്ന് മനസ്സിലാക്കിയ അവർ അവൻ്റെ മരണമാണ് ആഗ്രഹിച്ചത്. അവരുടെ മനസ്സറിഞ്ഞ് സ്തബ്ധനായ ബാലൻ ഗോപുരമുകളിൽ നിന്നും കടലിൻ്റെ നീലിമയിലേക്ക് എടുത്തുചാടി. 100 കണക്കിന് വർഷങ്ങൾക്കിപ്പുറം കൊണാർക്ക് പല രീതിയിൽ തകർന്നുവെങ്കിലും ഇപ്പോഴും ഒഡീഷയുടെ ഓരോ ശില്പികളുടെ മനസ്സിലും ധർമ്മപാദന്റെ ത്യാഗത്തിൻ്റെ ആ കഥയുണ്ട്. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ തെക്ക് വടക്ക് മൂലയിലാണ് ഛായാദേവി ക്ഷേത്രം. സൂര്യപത്നിയായ ഛായാദേവിയാണ് പ്രതിഷ്ഠ. മായാദേവി ക്ഷേത്രമെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. പ്രധാന ക്ഷേത്രം വരുന്നതിനു മുൻപ് ആദ്യ സൂര്യക്ഷേത്രം ഇതായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ദിവസത്തിൽ ഒരു തവണ മാത്രമേ പ്രധാന ക്ഷേത്രത്തിൻ്റെ നിഴൽ ഇതിനുള്ളിൽ പതിക്കുകയുള്ളൂ. അതിമനോഹരമായ ധാരാളം കൊത്തുപണികൾ ഇവിടെയും നമുക്ക് കാണാനാകും. അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകുവാനുള്ള ഓവുകൾ വ്യാളി രൂപത്തിലും
മുതലകളുടെ രൂപത്തിലും നിർമ്മിച്ചിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. ശരിക്കും 1-2 ദിവസങ്ങൾ ചുറ്റി നടന്നാലും കണ്ടു തീരാനാകാത്തത്ര കാഴ്ചകൾ ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. വെയിൽ ചൂടേറ്റ് തളർന്നു വരുന്നവർക്കായി ശുദ്ധമായ കുടിവെള്ള സംവിധാനങ്ങളുമുണ്ട്. സ്വസ്ഥമായിരിക്കാൻ ചെറിയ ബെഞ്ചുകളും. പ്രഭാതകിരണങ്ങൾ യഥേഷ്ടം സ്വീകരിക്കുന്ന യുവസൂര്യനെ ക്ഷേത്രത്തിന്റെ തെക്കേ ചുമരിൽ സ്ഥാപിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ചുമരിൽ മധ്യാഹ്ന സൂര്യനാണ്. വടക്കു ഭാഗത്തുള്ള ചുമരിൽ 7 കുതിരകളെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്ന അസ്തമന സൂര്യനാണ്. ഈ 3 സൂര്യരൂപങ്ങളും പ്രത്യേകം നമ്മുടെ ശ്രദ്ധയാകർഷിക്കും വിധമാണ്. കൊണാർക്കിന്റെ പരിസരത്ത് യുദ്ധവീരന്മാരായ ആനകളുടെയും കുതിരകളുടെയും ധാരാളം വലിപ്പമേറിയ ശില്പങ്ങളുണ്ട്. ഒഡീഷ സർക്കാരിന്റെ സീലിൽ കൊണാർക്കിലെ യുദ്ധകുതിരയുടെ രൂപമാണുള്ളത്. ഛായാദേവി ക്ഷേത്രത്തിന് തൊട്ടരികിൽ 1956 കണ്ടെടുത്ത ഒരു ചെറിയ ക്ഷേത്ര നിർമ്മിതിയാണ് വൈഷ്ണവ ക്ഷേത്രം അഥവാ ബ്രിക് ടെമ്പിൾ. 10-11 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇതിന്റെ നിർമ്മാണം. പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠയില്ല. ഒരിക്കൽ കടന്നു ചെന്നാൽ ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന വിസ്മയാനുഭവമാണ് കൊണാർക്ക്. മറ്റൊരു ശ്രീഋഷി യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ശ്രീഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.